അനന്ത, ചെലങ്കയുടെ ശബ്ദം. കോപ്പ് താക്കോല ആണോ? അനന്ത, എനിക്കിവിടെ ജീവിക്കാൻ പ്രയാസമാ. നമുക്ക് റിസീവർ സ്ഥാനം ത്യജിച്ച് പഴയ ഒത്തീർപ്പ് തന്നെ തുടങ്ങിയാലോ? ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. എന്നെ ഇതിനകത്തോണ്ട് ചാടിച്ച നീയല്ലേ? എന്നിട്ടിപ്പോ അയ്യോ, കൊട്ടാരം എന്നൊക്കെ പറഞ്ഞ ഇതുപോലെ ചുക്കിരി വേലയും പിടിച്ച് വാതയും വവ്വാലുമായിട്ട് കിടക്കുന്ന സ്ഥലമാണെന്ന് ഞാൻ കരുതിയോ? പിന്നെ സാർ എന്താ കരുതിയത്? സപ്രമഞ്ചത്തിൽ മലർന്ന് കിടന്ന് മൃഷ്ടാന ഭോജനം അടിച്ച് തോഴിമാര് വെഞ്ചാമരം വെച്ച് തരുമെന്ന് വിചാരിച്ചോ? മര്യാദക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് ഇവിടെ കഴിഞ്ഞോളാം. ആദ്യം ഇതിനകമൊക്കെ ഒന്ന് തുറന്നു കാണാം. എന്നിട്ട് കർത്താവ് തീരുമാനിക്കട്ടെ ഇവിടെ കിടന്ന് ഉറങ്ങണോ അതോ ഇവിടെ കിടന്ന് ചാടണോ. തീരുമാനിച്ചു. ഇവരെന്തിനാ നമ്മൾ അടിച്ചത്? നീ പറഞ്ഞില്ലേ കർത്താവ് തീരുമാനിച്ചായിരിക്കും. ഇനി നീ തീരുമാനിക്ക് ഇവിടെ താമസിക്കണോ അതോ വേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഏതായാലും ഇവിടെ താമസിക്കാൻ തന്നെ തീരുമാനിച്ചു. നിനക്ക് നിന്റെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. എന്നാ ഞാൻ പോവാടാ. പോടാ. ഞാൻ പോണില്ല. ബാ. രാവുണ്ണി നായര് അകത്തുണ്ട്. ആരാ? ഞാൻ കൊട്ടാറിലെ റിസീവറാ. ഇതെന്റെ ഗുമസ്തൻ. തസ്തികയുടെ പേര് അതാണെന്നേ ഉള്ളൂ. ഇന്നത്തെ പല കൊടികെട്ടിയ വക്കീലന്മാരെക്കാളും നിയമത്തിന്റെ അറ്റവും മൂലയും പച്ചവെള്ളം പോലെ കാണപ്പെടവാ എനിക്ക്. ഇവർക്കൊക്കെ ലോ പോയിന്റ്സ് പറഞ്ഞു കൊടുക്കുന്നത് ഞാനാ. അയ്യോ, എന്താ? ഇവനെ പാട്ട് പാടിയതാ. അയ്യോ അയ്യോ അല്ലെ? അയ്യോ അയ്യോ. കയറിയിരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. മോളുടെ അടുത്ത് ഞാൻ വെറും കൊമസ്താനാണെന്ന് നീ ആക്കി പറഞ്ഞു. തന്റെ അടുത്ത് എന്താ പറയാൻ പോണേ? പറഞ്ഞു, എന്തും പറഞ്ഞു. നമസ്കാരം. ഞാൻ അനന്തപത്മനാഭൻ. ഉർമീസ്. മോള് പറഞ്ഞു റിസീവറാ അല്ലേ? അതെ. കൊട്ടാരത്തിന്റെ ഭരണം റിസീവർക്ക് വിട്ട വിവരം പത്രത്തിൽ നിന്നറിഞ്ഞു. നല്ല ചുമ. ക്ഷേമാണോ? ക്ഷേമമാണോ എന്ന് ചോദിക്കുകയായിരുന്നു. എന്ത് ക്ഷേമം? അസുഖമൊന്നുമില്ല, പക്ഷെ വയ്യ. പോലീസുകാര് കൊണ്ടുപോയി കുറെ ഇടിച്ചു പിഴിഞ്ഞതല്ലേ. എന്നാത്തിനാ? തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും കൊലപാതകം തെളിയിക്കാൻ. അപ്പൊ തട്ടിയത് ചേട്ടനാണോ? എന്നിട്ട് കൊട്ടാരത്തിലെ കാര്യസ്ഥൻ എന്ന നിലയ്ക്ക് അവർക്ക് കൈ കിട്ടിയത് തന്നെയാ. ഞാൻ അറിയാതെ അവിടെ ഒരു ഇല പോലും ചലിക്കില്ലെന്നാ ആ നന്ദനവർമ്മയും മഹാദേവവർമ്മയും പോലീസിന് കൊടുത്ത മൊഴി. അതിന് കാരണമുണ്ട്. അവർക്ക് എന്നോടായിരുന്നു കൂടുതൽ ദേഷ്യം. എനിക്കെതിരെ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ വെറുതെ വിട്ടു. അതിൽ പിന്നെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും എനിക്കും എന്റെ കുഞ്ഞിനും പേടിയാ.
കൊട്ടാരത്തിൽ നിന്ന് വിലപ്പെട്ട സാധനങ്ങളൊന്നും മോഷണം പോവാത്ത സ്ഥിതിക്ക് പിന്നെ എന്തിനാവുക കൊല നടന്നത്? ശരിക്കറിയില്ല കുട്ടി. കഴിയുന്നത്ര നന്മ മാത്രമേ തമ്പുരാനും തമ്പുരാട്ടിയും ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും അവർക്ക് ഇങ്ങനെ ഒരു വിധി. ആ, ചായ കഴിക്കുക. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞങ്ങൾ വന്നത് പറഞ്ഞോളൂ. ഇന്നലെ രാത്രി ഈ കള്ളന്മാരെ പറ്റാൻ തോന്നുന്നു ഞങ്ങളുടെ നേരെ ഒരു ആക്രമണം ഉണ്ടായി. അതെയോ? കുറെ കാലമായി പൂട്ടിക്കിടക്കണ കൊട്ടാരല്ലേ. ഏതായാലും ഒന്ന് സൂക്ഷിക്കണേ, നല്ലതാ. കൊട്ടാരത്തിന്റെ അകമൊക്കെ ഒന്ന് തുറന്നു കാണണം. പരിചയമുള്ള ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു. വിനോദമില്ലെങ്കിൽ ഒന്ന്. വേണ്ട, അച്ഛന് നല്ല സുഖമില്ല. ഒന്നും ഉണ്ടായിട്ടല്ല. കൊട്ടാരം പൂട്ടി പോലീസുകാരെ സീല് വെക്കുന്നത് കണ്ട് ബോധം കെട്ട് വീണതാണ്. അതേ പിന്നെ ആ പൂമുഖത്തേക്ക് നോക്കാൻ പോലും എനിക്ക് കഴിയണില്ല. തമ്പുരാന് ഞാനൊരു കാര്യസ്ഥ മാത്രമായിരുന്നില്ല, ഒരു കൂടപ്പറപ്പ് തന്നെയായിരുന്നു. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ വരാം. ഒക്കെ മാറാല പിടിച്ച് കിടക്കുക. ഓ, അത് സാരമില്ല. ചിലത് കമ്പി കൊണ്ടാ വല വെച്ചിരിക്കുന്നത്. എന്തൊരു ബലം. അവിടെ ചതുരംഗം കളിക്കാം. തമ്പുരാ റമ്മി കളിക്കാറില്ലേ? തമ്മിൽ മര്യാദ കൂടെ വരാ. അതെ അതെ, കൊരങ്ങന്റെ പൂമാല കൊടുത്തോ. ഈശ്വര, എന്താ ഐശ്വര്യമായിട്ട് കിടന്നതാ. ഇപ്പൊ മൂതേ അടഞ്ഞു. തഞ്ചാവൂരിലെ തച്ചന്മാരെ വെച്ച് ചെയ്യിച്ചതാ ഈ കാണുന്ന കൊത്തുപണികളൊക്കെ. അത് മൊറ്റത്തടിയില്. വന്നോളൂ. ഇതാണ് തമ്പുരാന്റെ പള്ളിയറ. ഇവിടെ വെച്ചാണ് ആരും കൊല നടന്നത്. വരിക. കഷ്ടം തന്നെ. രാജവാഴ്ച ചിതലരിച്ചു. ബാർഹോള രാജസദസ് കൂടിയിരുന്നത് ഇവിടെയാ. ഓ എന്റെ കർത്താവേ, എന്തു ആനന്ദായത്. ഒരു അന്തവും ഇല്ലേ. ഉറുമീസേ, ഓ ഇത് ജനാധിപത്യമല്ല, രാജഭരണമാ. വരിക വരിക. ഒരു പ്രാണിയായി പോയല്ലോ. ഇതായിരുന്നു ഞങ്ങൾക്കെല്ലാം എല്ലാമായിരുന്നു ഉദയവർമ്മ തമ്പുരാൻ. ഓവറാവരുത് കേട്ടോ. എന്താ ഇത്? സാരമില്ല, നമുക്ക് നടക്കാം.